എനിക്ക് ഭയമൊന്നുമില്ല. എനിക്ക് ജയിലിൽ പോകുന്നതിനും ഭയമില്ല, എനിക്ക് മാപ്പ് പറയേണ്ടി വരും എന്നുള്ള ഭയമൊന്നുമില്ല, എനിക്ക് ഒരു ഭയവുമില്ല. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ പ്രതിചേർക്കപ്പെടണമെന്നോ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നോ ആഗ്രഹിക്കാൻ നമുക്കെന്ത് കാര്യം? ഒരിക്കൽ കൂടി പറയുന്നു, ഒരു കാരണവശാലും വിചാരണ കോടതിയുടെയോ അല്ലെങ്കിൽ ആ ഗാഗ് ഓർഡറോ അല്ലെങ്കിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനെയോ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ആളല്ല. ഒരു പൗരൻ എന്നുള്ള നിലയിലും മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മുടെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളെ ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ഒരു നിയമം പാലിക്കേണ്ട ഒരു പൗരൻ തന്നെയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തും. എന്നെ തിരുത്താൻ ഇനി ഞാൻ സ്വയം തിരുത്തിയാൽ പോരാ, എനിക്ക് ശിക്ഷ നൽകണമെന്ന് കോടതി തീരുമാനിച്ചാൽ ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങും. അതിനകത്തൊന്നും എനിക്കൊരു തർക്കമില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കില്ല. എനിക്ക് ഭയമൊന്നുമില്ല. എനിക്ക് ജയിലിൽ പോകുന്നതിനും ഭയമില്ല, എനിക്ക് മാപ്പ് പറയേണ്ടി വരും എന്നുള്ള ഭയമൊന്നുമില്ല, എനിക്ക് ഒരു ഭയവുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാനത് അലർട്ട് ചെയ്യും. നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാ വശങ്ങളും ഡിഗ് ചെയ്യുമല്ലോ. ആ ഡിഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. അതിലൊന്നും അതിൽ വലിയ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. ഇപ്പം എന്നെ പൂട്ടിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ് എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കേസിനെ ഭയന്ന് ഞാനൊന്ന് പതുങ്ങിക്കളയും. എനിക്കങ്ങനെ ഉപദേശിക്കാൻ പോലില്ല. എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ വീട്ടിലാരെങ്കിലോ അയ്യോ കേസ് വരികയല്ലേ ഉടനെ എന്നാൽ പിന്നെ അതൊന്ന് കുറച്ച് കളയാമെന്ന് പറയാൻ ഉപദേശിക്കാൻ ആരുമില്ല. എൻ്റെ സ്വഭാവവും അതല്ല. അതുകൊണ്ട് അതിനൊന്നും സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാ വിഷയത്തിലും രണ്ടഭിപ്രായം സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നത് വലിയ പിന്തുണ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ട്, ഇതിനകത്ത് പിന്തുണയുടെ ഇല്ലായ്മയുടെ ഒന്നും കാര്യമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ പ്രതിചേർക്കപ്പെടണമെന്നോ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നോ ആഗ്രഹിക്കാൻ നമുക്കെന്ത് കാര്യം? എന്നെ താങ്കൾക്ക് ഇഷ്ടമായിരിക്കും ഒരു വാർത്താവതാരകൻ എന്നുള്ള നിലയിൽ. എന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും തരത്തിലൊരു ക്രൈമിൽ ഉൾപ്പെട്ടാൽ താങ്കൾ എന്നെ ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ. അത് ഒരു ശത്രുതയാണോ എന്നോട്? അല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യ വിഷനാണ് കേരളത്തിലെ ആദ്യത്തെ വാർത്താ ചാനൽ. ആ സമയത്ത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല ചോരത്തിളപ്പുള്ള കൃത്യമായ സ്റ്റാൻഡുള്ള ഒരു കൂട്ടം ആളുകളുടെ സ്ഥാപനമായിരുന്നു അത്. ഡോക്ടർ M.K. മുനീറിൻ്റെ നേതൃത്വത്തിൽ അതിന് എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞാൻ അന്നൊരു മന്ത്രിയുടെ പുത്രനാണ്. ഡോക്ടർ M.K. മുനീർ മന്ത്രിയാണ്. പക്ഷേ ഞങ്ങൾ ഒരു കരുണയും അന്നത്തെ സർക്കാരിന് കാണിച്ചില്ല. എന്തിന് M.K. മുനീറിൻ്റെ പാർട്ടിയോട് പോലും ഞങ്ങൾ കാണിച്ചില്ല. M.K. മുനീറിൻ്റെ പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകളോട് പോലും കാണിച്ചില്ല. അത് ഞാൻ എൻ്റെ കാര്യം സേഫാക്കിയിട്ടല്ല ഞാൻ M.K. മുനീറിൻ്റെ നേതാവിനെ തേടിപ്പോയത്.